ഇനി വയനാട്ടിലേക്ക് എത്തിയാൽ വയനാട്ടിൽ വീണ്ടും കടുവയാക്രമണം. വളർത്തുമൃഗത്തെ കടുവയെ ആക്രമിച്ചു കൊന്നു എന്നൊരു വാർത്ത വരുന്നു. പുൽപ്പള്ളി അമരക്കുനിയിലാണ് പുലർച്ചെയാണ് സംഭവം. നാരാത്തറ പാപ്പച്ചന്റെ ആടിനെയാണ് കടുവ കൊന്നത്. പ്രദേശത്തെ തോട്ടത്തിൽ കടുവയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പുലർച്ചെ റോഡിൽ കടുവയെ കണ്ടതായും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ദീപക് മോഹൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. ദീപക്, എപ്പോഴാണ് കടുവയെ സ്പോട്ട് ചെയ്തത്? ഇപ്പോഴും ആ പ്രദേശവാസത്തിൽ തന്നെയുണ്ടോ? അരുൺകുമാർ, പുൽപ്പള്ളി അമരക്കുനിയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി 2:30 കടുവയെ കണ്ടത്. രാവിലെ നാരാത്ര പാപ്പച്ചൻ എന്നയാളുടെ വീട്ടിലെ ആടിനെയാണ് കടുവ ആക്രമിച്ച് പിടികൂടിയത്. രാവിലെ ബഹളം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയ സമയത്ത് കടുവ ഓടി അകലുകയായിരുന്നു. പിന്നീട് സമീപത്തെ കൃഷിയിടത്തിൽ കടുവ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ വർഷവും ഇതേപോലെ സമാനമായ രീതിയിൽ ഇവിടെ കടുവ ഇറങ്ങിയ സ്ഥലമാണ്. അന്ന് വനംവകുപ്പ് കൂട് വെച്ചെങ്കിലും കടുവ കുടുങ്ങിയിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഒരു വർഷത്തിന് ശേഷം ഡിസംബറിൽ തന്നെ വീണ്ടും ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വളർത്തുമൃഗത്തെ കടുവ പിടികൂടിയത്. ഇന്ന് പുലർച്ചയോടുകൂടി ഈ കടുവ സമീപത്തെ കൃഷിയിടത്തിലേക്ക് പോയിട്ടുണ്ട്. അവിടെയുള്ള പ്രദേശത്തെ കൃഷിയിടത്തിൽ കടുവയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ കൂടുതൽ വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി കൂടുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കടുവ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അതിനിടെ വനംവകുപ്പിന് കൂടുതൽ ആളുകൾ സ്ഥലത്തേക്ക് എത്തുന്നു. കടുവയെ മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ കൂട് വെച്ചോ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഇനി വനംവകുപ്പ് മുന്നോട്ടേക്ക് എടുക്കാനുള്ള തീരുമാനം. അരുൺകുമാർ, കണ്ടവരാരെങ്കിലും ദീപക് കണ്ടോ? ഈ പുൽപ്പള്ളിയിൽ ആണിപ്പോൾ സംഭവം നടന്നിരിക്കുന്നത്. ഇന്നലെ മറ്റൊരിടത്ത് പുലി ഇറങ്ങി കണ്ണൂർ ഭാഗത്ത്, ഇന്നിപ്പോൾ വയനാട്ടിൽ കടുവ ഇറങ്ങുന്നു. പ്രദേശത്തെ തോട്ടത്തിന് വലിയ വിസ്തൃതിയുള്ള തോട്ടമാണോ ഇത്? അരുൺകുമാർ, അതായത് സമീപത്തെ ഒരു കൃഷിയിടത്തിൽ നിരവധി കുറേ കാലങ്ങളായി അവിടെ ഈ കൃഷിയുടെ പണികളൊന്നും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ അടിക്കാടുകൾ വളർന്നു നിൽക്കുന്ന കടുവയ്ക്കൊക്കെ അവിടെ ആവാസ വ്യവസ്ഥയാക്കാൻ അനുയോജ്യമായ പ്രദേശമാണ്. അങ്ങനെയുള്ളൊരു പ്രദേശത്താണ് ഇപ്പോൾ കടുവ നിലവിലുണ്ടെന്ന് നാട്ടുകാർ സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിനെ ഒരു വിവരം അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പിന് DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടായിരിക്കും ഇനി കൂടുതൽ കടുവയെ കൂടുവെച്ച് പിടികൂടണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കടുവയെ പിടികൂടണമോ എന്നുള്ള കാര്യം വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ വിശദമാക്കുക. അതിനുശേഷമായിരിക്കും ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും രാവിലെ 2 മണിയോടുകൂടി പള്ളിയിലേക്കൊക്കെ പോകുന്ന ആളുകളും ഇത്തരത്തിലുള്ള ബൈക്ക് യാത്രികർക്ക് അവർക്ക് മുൻപിലൂടെയൊക്കെ കടുവ റോഡും കുറുകെ ചാടി തൊട്ടടുത്ത സ്ഥലത്തേക്ക് തോട്ടത്തിലേക്ക് പോയി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും വനംവകുപ്പ് എത്തി കൂട് സ്ഥാപിക്കുമോ അതോ മയക്കുവെടി പോലുള്ള മറ്റേതെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. അരുൺ, പണ്ടൊക്കെ നമ്മളിങ്ങനെ താങ്ക് യു ദീപക്, ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് പൂച്ചയാണ് എടുത്ത് കുറുക്കിയാടുക. അപ്പോൾ നമ്മൾ പറയും ദാ കരിമ്പൂച്ച പോകുന്നു, ദാ പൂച്ച പോകുന്നു. ഇപ്പോൾ വയനാട്ടിലും കണ്ണൂരും ഒക്കെ പോകുന്നത് അങ്ങനെയല്ല. ദാ കടുവ പോയി, ഒരു പുലി പോയി, ആനയുണ്ട് കേട്ടോ എന്നാണ്. അതൊരു സാധാരണ അവസ്ഥയിലേക്കായി മാറുകയാണ്. നമ്മളിങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞാലും അവിടെയുള്ള മനുഷ്യരുടെ അവസ്ഥ ചെറുതല്ല. കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന മനുഷ്യരുണ്ട്, ചന്തയിൽ പോകുന്ന മനുഷ്യരുണ്ട്. അവരൊക്കെ പോകുന്ന സമയത്താണ് ഈ കടുവ ഇങ്ങനെ റോഡിലൂടെ ഇറങ്ങി സൂര്യവിഹാരം നടത്തുന്നത് എന്നതാണ്.